ഇന്ന് ദിനം 11. ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന കർത്താവിനെ നാം ഇവിടെ ദർശിക്കുന്നു. അതിൽ 25-ാം വാക്യം, യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്ക നിലവിളിച്ച് അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. പള്ളിയിൽ ഉപദേശിക്കുന്ന കർത്താവിനെയാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ശാസ്ത്രിമാരെക്കാൾ അധികാരമുള്ളവനായി സംസാരിക്കുന്ന കർത്താവിനെ. കർത്താവിന്റെ അധികാരത്തിന്റെ വെളിപ്പെടുത്തൽ ഇവിടെ നാം ദർശിക്കുന്നു. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ അധികാരം. കർത്താവ് തന്നെ സൗഖ്യമാക്കുന്ന കരത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെടുത്തുന്നു. അശുദ്ധാത്മാക്കൾ എന്നാൽ സാത്താന്റെ അടിമകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ കർത്താവിന്റെ അധികാരത്തിന്റെ മേലെ ഉള്ളതല്ല ഒരു ശക്തിയും. ആ അധികാരത്തിന് കീഴാണ് എല്ലാ ശക്തികളും. ആ അശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് നാം ഈ ഒരു ഭാഗത്ത് ദർശിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ വ്യക്തിത്വത്തെ ഈ അശുദ്ധാത്മാവ് മനസ്സിലാക്കുന്നു എന്നുള്ളത് നമ്മളെ വിസ്മയിപ്പിക്കാം. 24-ാം വാക്യം, അവൻ നിലവിളിച്ച്, നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവ് പോലും കർത്താവിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നു. കർത്താവിന്റെ ശാസനയിൽ തോറ്റ് ഓടിപ്പോകുന്ന അശുദ്ധാത്മാവിനെയാണ് നാം ഇവിടെ ദർശിക്കുന്നത്. അശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അങ്ങനെ കർത്താവിന്റെ മഹത്വത്തെ ഇവിടെ വെളിപ്പെടുത്തുന്നു. നമ്മുടെ ബലഹീനതകളും നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധാത്മാക്കളും കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്നുണ്ടോ? നാം അതിനെ ഉപയോഗിക്കുന്നുണ്ടോ? കർത്താവിന്റെ ശാസനയിൽ കർത്താവിനെ മനസ്സിലാക്കുന്നതിലൂടെ നാം അതിനെ ആട്ടിപ്പായിക്കുന്നുണ്ടോ? നമ്മിലെ ബലഹീനതകളും നമ്മളിലുള്ള അശുദ്ധാത്മാക്കളും നമ്മളെ വിട്ടുപോകട്ടെ. അത് കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനുള്ള സാഹചര്യം ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളിലുള്ളിലുള്ള ചെറിയ ചെറിയ ബലഹീനതകളും ഞങ്ങളിലുള്ള അശുദ്ധാത്മാക്കളെയും കർത്താവെ നീ ശാസിച്ച് അവയെ നീ പുറത്താക്കണമേ. അത് ഈ സമൂഹത്തിന് മുമ്പിൽ നിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുവാൻ ഇടയാക്കണമേ. ആമേൻ.